ഇതേപോലെ ഇനി ഒരു വീടിനും പറ്റരുത്. ഇതേപോലെ ഒരു അമ്മയ്ക്കും അച്ഛനും കരയേണ്ട ഗതികേട് വരരുത്. അങ്ങനെ വരുന്നവർ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കണം. കാരണം കാശൊക്കെ എങ്ങനെയും ഉണ്ടാവും, മക്കളും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും കാണണം, അറിയണം. അതിൻ്റെ ഉള്ളിലൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ പീടികയിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മോൻ പറഞ്ഞു ഞാൻ പോട്ടെ അച്ഛന്ന് പറഞ്ഞ് പോകുന്നു. ഇവിടെ വന്നിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ അച്ഛന് വഴക്കൊന്നും കൂടെ, അച്ഛൻ പാവടണ്ടെന്ന് പറഞ്ഞു. സർഫാസി എന്ന ഭീകര നിയമം സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ കാഞ്ഞാണിയിൽ വിഷ്ണു വിനയൻ എന്ന 25-കാരനായ ദളിത് യുവാവാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം അക്ഷയ് വർമ്മയ്ക്കെതിരെ കേസെടുക്കുക, തുറങ്കിലടയ്ക്കുക. വീടുപണിക്ക് വേണ്ടിയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ കാഞ്ഞാണി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ വായ്പ എടുത്തത്. അതിൽ 8.25 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടും പലിശയടക്കം 6 ലക്ഷം രൂപ ഇനിയും കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞ് സർഫാസി നിയമപ്രകാരം വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ബാങ്ക്. ബാങ്കിൽ നിന്ന് നിരന്തരം ഏൽക്കേണ്ടി വന്ന മോശമായ പെരുമാറ്റം വിഷ്ണുവിൻ്റെ മനസ്സിനെ ഉലച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി 1-ാം തീയതി വീട് പൂട്ടി താക്കോൽ ബാങ്കിനെ ഏൽപ്പിക്കണമെന്ന ഭീഷണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വിഷ്ണു മരണം തെരഞ്ഞെടുക്കുകയായിരുന്നു. 2002-ൽ വാജ്പേയി സർക്കാർ പാർലമെന്റിൽ പാസാക്കിയെടുത്ത സർഫാസി എന്ന ഭീകര നിയമത്തിന്റെ പ്രയോഗം എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. എന്നാ വീട്ടിൽ നിന്ന് മാറുന്നു ചോദിക്കാറുണ്ട് അവർ. ഇന്ന ദിവസം മാറില്ലേ, നിങ്ങൾക്ക് ഒരു വാടക വീട് എടുത്തോന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമാടത്തേ. അവനങ്ങനെ ചെറിയ കുട്ടിയല്ലേ, അവനത്ര ഇത് ആള് വലുതായാലും അങ്ങനെ മനസ്സ് അത്ര വലുതായിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. രാവിലെ 2-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേക്കാത്തിരി ഭയങ്കര തല കറങ്ങുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഗുളികയുടെ പകുതി കഴിച്ചിട്ടൊക്കെ കിടന്നത്. അപ്പം എനിക്കിപ്പോൾ ഇത്തിരി വൈകും. എന്നാലും ഞാൻ എഴുന്നേറ്റിട്ട് ഈ കുട്ടീനെ കാണാണ്ടായപ്പോൾ, ലൈറ്റ് ഇടുന്ന കാണാണ്ടായപ്പോൾ വിളിക്കാൻ ചെന്നതാണ്. ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇതാണ് കുട്ടിയുടെ ഡ്രസ്സ്. വാങ്ങിട്ടിട്ട് ഒരുക്കി വെച്ച ഇതാണ് കുട്ടിയുടെ. അതൊക്കെ ചൂണ്ടാനൊക്കെ കൊണ്ടുപോകണം. അവർ നിരന്തര മോശമായുള്ള പെരുമാറ്റം കൊണ്ടാണ് എൻ്റെ അനിയൻ്റെ മോനെ ഇത് സംഭവിച്ചത്. പിന്നെ അവർക്ക് പുറമെ ആരൊക്കെ ഉണ്ട് ഇതിനു വേണ്ടി സഹായിക്കണേ. അവരൊക്കെ വന്നിട്ടാണ് 10-15 പേരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് എൻ്റെ അനിയൻ്റെ അടുത്ത്, അപ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞു പോയി. പക്ഷേ അതിൻ്റെ ശേഷം എൻ്റെ അനിയൻ ഹെഡ് ഓഫീസിൽ പോയി സംബന്ധിച്ചാൽ അവിടെയും അവർ മോശമായിട്ട് സംസാരിച്ചിരുന്നത്. അതിൻ്റെ ആൾക്കാർക്ക് വേറെ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് വളരെ മോശമായിട്ടുണ്ട് എന്നോട് അന്ന് മകൻ വന്നിട്ട് ഇവിടെയാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതും പ്രശ്നമൊക്കെ ഉണ്ടായത്. കാലത്ത് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, വൈകുന്നേരം വരാൻ കാലത്ത് പോവാ അച്ഛാന്ന് പറഞ്ഞപ്പോഴാണ് ആൾ പിറ്റേ ദിവസം കാലത്ത് ഇത് ചെയ്തത്. വിഷ്ണുവിൻ്റെ കുടുംബത്തോട് വളരെ ഉദാരപൂർവ്വമാണ് പെരുമാറിയതെന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ട്രൂകോപ്പിറ്റിങ്ങിനോട് പറഞ്ഞത്. പണം തിരിച്ചടക്കാൻ പരമാവധി സമയവും ലഭ്യമാക്കാവുന്നത്രയും ആനുകൂല്യവും തങ്ങൾ നൽകിയിരുന്നെന്നും പൊതുജനങ്ങളുടെ പണം സംരക്ഷിക്കാൻ ബാങ്ക് വർഷങ്ങളായി നിയമപരമായ റിക്കവറി നടപടികൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂവെന്നുമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ന്യായം. അതിസമ്പന്നരായ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ നിർബാധം എഴുതിത്തള്ളുകയും അവർക്ക് പുനർവായ്പ നൽകി സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്ന അതേ ബാങ്കുകളാണ് ഇവിടെ സാധാരണക്കാരുടെ 3.5 സെന്റ് കിടപ്പാടങ്ങൾ തട്ടിപ്പറിക്കുന്നത്.
വിഷ്ണുവിൻ്റെ മരണം ആത്മഹത്യയല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിയ ക്രൂരമായ കൊലപാതകമാണ് എന്നാണ് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ആരോപിക്കുന്നത്. ഈ സമൂഹത്തിൽ വളരെയധികം സൗമ്യമായി ജീവിക്കുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്ന, ഈ അടുത്ത മാസം വിദേശത്ത് പോകേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുക. വാസ്തവത്തിൽ ഈ ആത്മഹത്യ ഒരു കൊലപാതകമായി കാണേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് സർഫാസി എന്ന് പറയുന്ന ഒരു നിയമം ഏറ്റവും കടുത്തവും കർക്കശവുമായി ദരിദ്രരായ മനുഷ്യർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമം ബാങ്കുകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ യാതൊരു രീതിയിലുള്ള മനുഷ്യത്വമോ നീതിപൂർവമോ അല്ലാതെ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നമുക്ക് ഈ ദളിത് കുടുംബാംഗമായിട്ടുള്ള വിനയൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന ഈ തൊട്ടടുത്തുള്ള ബാങ്കിൽ നിന്നാണ് ആ ദളിത് കുടുംബം വിനയൻ 8 ലക്ഷം രൂപ വീട് പണിയാനാണ് ആ കുടുംബം ലോൺ എടുക്കുന്നത്. ആ കുടുംബം എന്നിട്ട് 8.25 ലക്ഷം രൂപ, അതായത് മുതൽ 8 ലക്ഷവും 3/4 ലക്ഷം പലിശയും കൊടുത്തൊരു കുടുംബമാണ്. ആ കുടുംബത്തിനാണ് 6 ലക്ഷം രൂപ കിട്ടാക്കടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിരവധി തവണ കൊലവിളി നടത്തിയിട്ടുണ്ട്. ആ പൈസ പലവട്ടം 3 ലക്ഷം 3.5 ലക്ഷം പലവട്ടമായിട്ട് തിരിച്ചടക്കുമ്പോഴും 2 ദിവസം പ്രശ്നം ഉണ്ടാക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ ആത്മഹത്യ ചെയ്യണതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് ബാങ്ക് വന്നിട്ട് ഇങ്ങനെ പൈസ അടക്കണം, അതല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ്റെ തന്നെ പേടിച്ചിട്ട് ആ പയ്യൻ ബാങ്ക് വന്ന് ഇത് സംസാരിക്കുമ്പോൾ ജപ്തി ചെയ്ത് കുടിയിറക്കുമെന്ന് പറയുമ്പോൾ ആ യുവാവ് പേടിച്ച് അന്ന് രാത്രി പനി വരേണ്ട. അപ്പോൾ എൻ്റെ അമ്മോട് പറയണ്ട, അമ്മ ഇത് വേറെ ഒന്നുമല്ല, ബാങ്ക് വന്ന ആ വിഷയം ഉണ്ടാക്കിക്കൊണ്ടാണ്, എനിക്ക് പേടിയാവണോ, നമ്മളിവിടുന്ന് കുടി ഇറങ്ങേണ്ടി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മോട് ഒന്ന് കരയുന്നുണ്ട്. ഇതിന് ശേഷമാണ് വീണ്ടും പിന്നെ ഈ ബാങ്ക്, അതായത് പ്രത്യേകിച്ചും ഈ ബാങ്കിൻ്റെ റിക്കവറി ഓഫീസറായ ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിരന്തരം കൊലവിളിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്ണു എന്ന ദളിത് ആത്മഹത്യ ചെയ്യുന്നത്. കൊലപാതകത്തിന് ആവശ്യമായ അന്തരീക്ഷങ്ങൾ ഒരുക്കിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിക്കവറി ഓഫീസർമാരാണ്. അതുകൊണ്ടാണ് അത് കൊലപാതകമാണ്, ആത്മഹത്യ അല്ല. ആത്മഹത്യക്ക് കാരണവും പ്രേരണവും, കാരണം ആത്മഹത്യക്ക് വിധേയമായ കാര്യങ്ങൾ പ്രേരണയിലൂടെ സംഭവിച്ചാലും കൊലപാതകത്തിന് സമാനമായ നിയമ സംവിധാനം രാജ്യത്തുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിക്കവറി നേതൃത്വമായിരുന്നു. ആ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കുറച്ചുകൂടി മാനുഷികമായ തലത്തിലേക്ക് പരിഗണിക്കുമായിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. സർഫാസി നിയമത്തെ തുടർന്ന് സംസ്ഥാനത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളെയും തെരുവിലാക്കുന്ന കുടുംബങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങൾ കാണാറില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവരെ പരിഗണിക്കാറില്ല. ആരും ചോദ്യം ചെയ്യാനില്ലെന്ന ഈ ഉറപ്പാണ് ബാങ്കിൻ്റെ ക്രൂരതകൾക്ക് ധൈര്യം നൽകുന്നത്. ക്രൂരമായ ഈ തീവട്ടിക്കൊള്ളയെ തുറന്നു കാണിക്കാതിടത്തോളം കാലം വിഷ്ണുമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തെരുവാധാരമാക്കുന്ന 3.5 സെന്റ് കിടപ്പാടത്തിനും അതിലെ മനുഷ്യരുടെ കണ്ണീരിനും രാഷ്ട്രീയ കേരളം മറുപടി പറയേണ്ടിയും വരും. ഇപ്പോൾ കടത്തിൽ വീണ ഒരു നിഷ്ക്രിയ ആസ്തി ആക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ബാങ്കുകൾ. 20 വർഷം കാലാവധിയുള്ള കടമെടുക്കുന്ന ഒരാൾ പോലും ആദ്യ വർഷം തന്നെ 3 ഗഡു അടച്ചില്ലെങ്കിൽ ഉടനെ നിഷ്ക്രിയ ആസ്തിയാക്കിയിട്ട് ജപ്തിക്ക് വരികയാണ്. അതിൻ്റെ പിന്നിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്. അപ്പോൾ ഇവിടെയും ഈ വിഷ്ണുവിൻ്റെ വീട്ടിലും ഈ റിക്കവറി ഓഫീസർ വന്ന് പറയുന്നുണ്ട്, അവർ തിരക്ക് പിടിച്ച് സർഫാസി നിയമം എടുക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ മാറണം. 60 ദിവസത്തിന് ശേഷം CJM കോടതിയിൽ നിന്ന് വക്കീലും പോലീസുമായിട്ട് വരുന്നു, കുടിയിറക്കാൻ വരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നു അത് മാറ്റിവെക്കണമെന്ന്. അപ്പോൾ തങ്ങൾക്ക് ഇതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല, തങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നൊരു വ്യാജ പ്രസ്താവന ഇവർ നടത്തുകയും എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ 36 ലക്ഷം രൂപ വില കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് കിടപ്പാടത്തിൽ നിന്ന് അവരെ തെരുവിലെറിഞ്ഞുകൊണ്ട് അവർ വർഷങ്ങളായി അവരുടെ കൂടി നുള്ളിപ്പിറക്കിയ സമ്പാദ്യം വെച്ച് ഉണ്ടാക്കിയ ഈ വായ്പയേക്കാൾ 3 ഇരട്ടി വിലയോളം വരുന്ന വസ്തുവിൽ നിന്ന് കുടിയിറക്കിക്കൊണ്ട് അതവർ വിറ്റ് കാശാക്കുമെന്നാണ് പറയുന്നത്. മാധ്യമങ്ങളും ഏറെക്കുറെ ഇത്തരം മൂലധന ശക്തികൾക്ക് അനുകൂലമായ വാർത്തകൾ ചമയ്ക്കുകയാണ്. എടുത്ത കടം തിരിച്ചടച്ചിട്ടും ബാങ്ക് പറയുന്ന പണം കിട്ടാക്കടമെന്ന് പറഞ്ഞുകൊണ്ട് ജപ്തിക്ക് വന്നപ്പോൾ ഈ ഇങ്ങനൊരു മരണം അത് ബാങ്കിൻ്റെ ജപ്തി മൂലമാണ്, അല്ലെ കൊലവിളി മൂലമാണ് ഇത് പയ്യനിങ്ങനെ ചെയ്തതെന്ന് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങളോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഇത് ബാങ്കാണെന്ന് പറയേ ഇത് അനുവദിച്ചു കൂടാന്ന് പറയാനായിട്ട് ഈ കുടുംബത്തോടെ നിന്ന് ഇതൊരു വിഷയമാക്കാനായിട്ട്
അതായത് ഈ പയ്യൻ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇതുപോലെ നിരവധി ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അവർക്ക് ഇതൊന്നും വാർത്തയല്ല. ഇവിടുത്തെ ഈ ഇതുപോലെയുള്ള ദളിതുകളോ ദരിദ്രരായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നവർ കർഷകർ കാർഷിക കടങ്ങൾ വില കിട്ടാതെയും മറ്റ് അതുകൊണ്ട് അവരുടെ ഇതിന് വില കിട്ടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെയൊക്കെ തന്നെ ബാങ്കിൽ ജപ്തി നേടുന്ന കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് വാർത്തയാവുന്നല്ലാതെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അതില്ലാതാക്കാൻ വേണ്ടി ഈ നിയമമാണ് പ്രശ്നം, ഈ നിയമത്തെ തന്നെയാണ് ഇല്ലാതാക്കേണ്ടതിന് എന്നുള്ള നിലയ്ക്ക് ഈ ദൃശ്യമാധ്യമങ്ങളോ മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് ഒരു അവബോധം കൊടുക്കാനായിട്ട് അതിൽ ഉന്നി നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ആരും തയ്യാറാവുന്നില്ല. കാരണം അവരൊക്കെ തന്നെ ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വേണ്ടി അതല്ല ബാങ്കിങ് മൂലധന ശക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ തന്നെയാണ്. വിഷ്ണുവിന്റെ കൊലപാതകം